ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ട്രാവൽ വ്ലോഗ് ഫ്രം ട്രാവൽ സ്റ്റോറീസ് ബൈ ഹർഷ നിതിൻ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഹൈദരാബാദ് യാത്രയിലെ രണ്ടാമത്തെ ദിവസത്തെ ഞങ്ങൾ കണ്ട കാഴ്ചകളും മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സിറ്റി ഓഫ് നിസാം, സിറ്റി ഓഫ് പേൾസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഒരു പുരാതന രാജകീയ നഗരമാണ് ഹൈദരാബാദ്. ഇവിടുത്തെ പ്രൗഢഗംഭീരമായ കാഴ്ചകൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണൂ. ഹൈദരാബാദ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്കായി വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഹൈദരാബാദ് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ കാഴ്ചകളിലേക്ക് കടക്കാം. ഈ യാത്രയുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തത് ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്നുമാണ്. ഫോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വ്ലോഗ് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. രാവിലെ മുതൽ ഉച്ചവരെ ഗോൽക്കൊണ്ട ഫോർട്ടിലായിരുന്നു ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അത്രമാത്രം കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കുത്തബ് ഷാഹി ടോംസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡേ 2-ലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ കുത്തബ് ഷാഹി ടോംസിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയിലെ നിരവധി ആളുകളുടെ ശവകുടീരങ്ങളാണ് ഇവിടെയുള്ളത്. 7 ടോംസ്, കുത്തബ് ഷാഹി ടോംസ്, ഹെറിറ്റേജ് പാർക്ക് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. 9:30 to 5:30 ആണ് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ടൈമിംഗ്. തൽക്കാലത്തേക്ക് വിശപ്പടക്കാനുള്ള ഒരു പൈനാപ്പിൾ ഫ്രൂട്ട് ബൗൾ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടോംബുകളെല്ലാം കാണാനായി പോയത്. 10 രൂപ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ടിക്കറ്റ് ഫീ ആയി വരുന്നത്. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു വലിയ മൗസോലിയം ആണ് ഈ കാണുന്നത്. ഈ വീഡിയോയിൽ ഇതിന്റെ വലുപ്പം എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. 19 നില കെട്ടിടത്തിന്റെ വലുപ്പത്തിലുള്ള ടോംബ് വരെ ഇവിടെയുണ്ട്. പിന്നെ അതിമനോഹരമായിട്ട് തന്നെ ഈ ടോംബിന്റെ പരിസരങ്ങളെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്. 500 വർഷത്തോളം പഴക്കമുള്ള ഗ്രാൻഡ് മൗസോലിയംസ് ആണ് ഇവിടെയുള്ളത്. 30ഓളം ടോംബുകളും മോർച്ചറി ബാത്തും കൂടാതെ മോസ്കുകളും ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. എല്ലാ ടോംബുകളും ഒരാൾ പൊക്കത്തിലുള്ള പ്ലാറ്റ്ഫോമിന് മുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ടോംബുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2024-ലാണ് ഈ ചരിത്ര സ്മാരകത്തെ ഒരു ഹെറിറ്റേജ് പാർക്കാക്കി മാറ്റിയത്. അഗാഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചർ തെലങ്കാന സർക്കാരുമായി ചേർന്ന് 2013-ലാണ് ഒരു വലിയ പുനരുദ്ധാരണ പദ്ധതി ഇവിടെ ആരംഭിച്ചത്. അങ്ങനെ ഈ സ്ഥലം ഒരു വലിയ സംരക്ഷിത പൈതൃക കേന്ദ്രമായി മാറി. ഇവിടുത്തെ ചരിത്രവും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു എക്സിബിഷൻ ഹാളും ഇവിടെയുണ്ട്. ഇപ്പോഴും ടോംബുകളുടെ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ടോംബുകളുടെ ആർക്കിടെക്ചർ ഡീറ്റെയിൽസും ഡൈനാസ്റ്റിയുടെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററിയും അങ്ങനെയെല്ലാം ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ നിർമ്മാണ രീതികളിൽ ഉൾപ്പെട്ടതാണ് സ്റ്റക്കോ വർക്കുകൾ. സിമന്റിന് പകരം ഉപയോഗിക്കുന്ന സുർക്കി, ചുണ്ണാമ്പ്, മണൽ എന്നിവ ചേർന്ന മിശ്രിതമാണ് പ്ലാസ്റ്റർ. അത് വളരെ സുന്ദരമായിട്ടുള്ള പാറ്റേണുകളിലേക്ക് മാറ്റുന്നത് വളരെ ക്ഷമയോടുകൂടെയുള്ള ഒരു ജോലിയാണ്. ടോംബുകളുടെ റിനോവേഷനിൽ ഈ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലാസ്റ്റർ വർക്കുകൾ നശിപ്പിക്കാതെ പുരാവസ്തു ഗവേഷകർ സിമന്റ് നീക്കി പഴയ സാമഗ്രികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പുനഃസ്ഥാപിക്കുന്നുണ്ട്. ഇത്തരം വർക്കുകളൊക്കെ നമ്മൾ ഇന്നും പല വീടുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന് ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. AD 1518 വളരെ ശക്തരായ ബഹ്മനി രാജവംശത്തിന്റെ പതനത്തിന് ശേഷം ഡക്കാനിൽ ഉയർന്നു വന്ന 5 പ്രമുഖ രാജവംശങ്ങളിൽ ഒന്നായിരുന്നു കുത്തബ് ഷാഹി ഇസ്ലാമിക് സുൽത്താനേറ്റ്. ഈ രാജവംശത്തിലെ 7 ഭരണാധികാരികൾ 170 വർഷങ്ങളാണ് ഭരിച്ചത്. അങ്ങനെ AD 1687 വരെ മുഗൾ ആക്രമണങ്ങളെ വിജയകരമായി ചെറുത്തുനിന്നു ഇവർ. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മുഗൾ സാമ്രാജ്യത്തിൽ ലയിച്ച അവസാന രാജ്യമായിരുന്നു ഇത്. കുത്തബ് ഷാഹി രാജകുടുംബത്തിന്റെയും അവരെ വിശ്വസ്തയോടെ സേവിച്ച ഉദ്യോഗസ്ഥരുടെയും ശവകുടീരങ്ങൾ, മോർച്ചറി, ബാത്ത് ഹൗസ്, പള്ളികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു രാജകീയ നെക്രോപോളിസ് ആണ് ഇവിടം. പിന്നെ കുറച്ച് നടന്നപ്പോൾ ഇതുപോലെ തകർന്നു കിടക്കുന്ന ഒരു മൗസോലിയത്തിലേക്ക് എത്തി. പക്ഷേ അകത്ത് റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ടോംബുകളുടെ അടുത്തെത്തുമ്പോഴും അവിടെ വല്ലാത്തൊരു നിശബ്ദതയാണുള്ളത്. നല്ലപോലെ തകർന്ന നിലയിലുള്ളതായിരുന്നു ഈ മൗസോലിയം. ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പ്രാവുകളുടെ ഒരു വാസസ്ഥലമാണ് ഈ കെട്ടിടങ്ങൾ. ഇവിടുത്തെ നിശബ്ദതയിൽ പ്രാവുകളുടെ ചിറകടി ശബ്ദങ്ങളാണ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് കയറി നോക്കി. ഇവിടെ 2 ശവക്കല്ലറകളാണ് കണ്ടത്. മുകൾ ഭാഗം തകർന്നുപോയ നിലയിലുള്ള ഒരു മൗസോലിയമാണ് ഇത്. ഈ ഗ്രാനൈറ്റ് പാളികളിൽ എന്തൊക്കെയോ ഇൻസ്ക്രിപ്ഷൻസും ഉണ്ടായിരുന്നു. പണ്ട് പരവതാനികളും വെൽവെറ്റ് മേലാപ്പുകളും കൊണ്ട് സജ്ജീകരിച്ചിരുന്ന ശവകുടീരങ്ങളാണ് ഇവയൊക്കെ. കുത്തബ് ഷാഹികളുടെ കാലത്ത് ഈ ശവകുടീരങ്ങൾ വളരെ ആദരവോടെയാണ് സംരക്ഷിച്ചിരുന്നത്. ഇതിനടുത്ത് തന്നെ 2.5 മില്യൺ ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയുള്ള ഒരു കുളവുമുണ്ട്.
അവസാനത്തെ സുൽത്താൻ ഒഴികെ മറ്റെല്ലാവരെയും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. 106 ഏക്കർ സ്ഥലത്താണ് ഈ ടോംബുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സുൽത്താൻ മുഹമ്മദ് കുത്തബ് ഷായുടെ മൗസോളിയം. 6ാമത്തെ സുൽത്താനാണ് മുഹമ്മദ് കുത്തബ് ഷാ. വളരെ തിളക്കമുള്ളതും കളർഫുള്ളും ആയിട്ടുള്ള താഴികക്കുടമാണ് ഈ മൗസോളിയത്തിനുള്ളത്. താജ്മഹലിന്റെ ചെറിയ വേർഷനുകളാണ് ഇവയെല്ലാം. പല ടോംബുകളിലും റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ 106 ഏക്കറിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളോടൊപ്പം തന്നെ ഒരുപാട് വൃക്ഷങ്ങളെയും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നല്ല തണുപ്പ് കൂടെയാണ്. പുറത്തെ ചൂടൊന്നും ഇതിനകത്ത് ബാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. കിളികളുടെ ശബ്ദമാണ് ഇവിടെ മൊത്തം വ്യാപിച്ചു കിടക്കുന്നത്. ഒരു കാടിന്റെ പ്രതീതിയിൽ തന്നെ ഇവിടെ മരങ്ങളെയെല്ലാം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കിളികളുടെ ശബ്ദങ്ങൾക്കിടയിലൂടെ മോസ്കിൽ നിന്നുള്ള ബാങ്ക് വിളികളും കേൾക്കാം. അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്ത്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് സലാർജംഗ് മ്യൂസിയം കാണാനാണ്. മ്യൂസിയത്തിനടുത്തുള്ള ഒരു ചെറിയ കടയിൽ നിന്നായിരുന്നു ഞങ്ങൾ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി കഴിച്ചത്. ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള ബിരിയാണികളുടെയൊക്കെ ടേസ്റ്റ് മറന്നു പോകുന്ന രീതിയിലുള്ളതായിരുന്നു അവിടുത്തെ ചിക്കൻ ബിരിയാണി. ഒരു ബിരിയാണി ബുക്ക് ചെയ്തപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിച്ചപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഹൈദരാബാദ് ബിരിയാണി ഇത്രയും ഫേമസ് ആയത്. ബിരിയാണിയുടെ കൂടെ ഒരു ഫ്രൂട്ട് ലസ്സിയും കഴിച്ചു. നയാബ് എന്നായിരുന്നു ഹോട്ടലിന്റെ പേര്. ചാർമിനാറിലേക്കുള്ള റൂട്ടിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. അതേ പരിസരത്ത് തന്നെയാണ് ഈ സലാർജംഗ് മ്യൂസിയവും ഉള്ളത്. ചാർമിനാർ കാണാൻ വരുമ്പോൾ അതിനടുത്ത് തന്നെയുള്ള സലാർജംഗ് മ്യൂസിയവും ചൗമൊഹല്ല പാലസും പിന്നെ ഒരു പഴയ മോസ്കും നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ സലാർജംഗ് മ്യൂസിയത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. പക്ഷേ 5 മണി വരെയേ ടിക്കറ്റ് തരുള്ളൂ. പിന്നെ വെള്ളിയാഴ്ചകളിൽ അവധിയായിരിക്കും. ഞങ്ങളാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ 4 മണിയായി. പിന്നെ 1 മണിക്കൂർ കൊണ്ടായിരുന്നു ഈ മ്യൂസിയം കണ്ടത്. ഞങ്ങൾ പോയ സമയത്ത് അഡൾട്ടിന് 20 രൂപയായിരുന്നു ടിക്കറ്റ് ഫീ. പിന്നെ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്ന മൊബൈലുകൾക്ക് എക്സ്ട്രാ 50 രൂപയും കൊടുക്കണം. കയ്യിലുള്ള ലഗേജും കാര്യങ്ങളൊക്കെ പുറത്ത് വെക്കാനായിട്ട് ക്ലോക്ക് റൂമും ഉണ്ട്. ഇത്രയും വലിയൊരു മ്യൂസിയം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ മ്യൂസിയം കണ്ടു തീർക്കാൻ നമുക്കൊരു ഹാഫ് ഡേ എന്തായാലും വേണം. അത്രമാത്രം കളക്ഷൻസ് ആണ് ഇവിടെയുള്ളത്. നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷനും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് ഇന്ത്യൻ ബ്രോൺസ് ഗാലറിയിലേക്കാണ്. ഇങ്ങനെ പലതരം കാറ്റഗറിയിലുള്ള പലതരം വലുപ്പത്തിലുള്ള മുറികളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഓരോ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നത്. അവസാനത്തെ ഹൈദരാബാദ് നവാബായിരുന്നു മിർ ഉസ്മാൻ അലി ഖാൻ. അദ്ദേഹത്തിന്റെ പ്രധാന മന്ത്രിയായിരുന്ന മിർ യൂസഫ് അലി ഖാൻ സലാർജംഗ് മൂന്നാമന്റെ സ്വകാര്യ ശേഖരമായിരുന്നു ഇതെല്ലാം. സലാർജംഗ് മൂന്നാമൻ 35 വർഷത്തോളം എടുത്താണ് ഇതെല്ലാം ശേഖരിച്ചത്. 2 നിലകളിലുള്ള 3 കെട്ടിടങ്ങളിലാണ് ഈ ശേഖരങ്ങൾ ഉള്ളത്. ഈസ്റ്റേൺ ബ്ലോക്ക്, വെസ്റ്റേൺ ബ്ലോക്ക്, ഇന്ത്യൻ ബ്ലോക്ക് എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ 3 കെട്ടിടങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. ഇവിടെയുള്ളത് 3.5 പതിറ്റാണ്ട് കൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ശേഖരിച്ച വസ്തുക്കളാണ്. ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്നുള്ള മലബാർ ചെയറുകളും നമ്മുടെ ഒരുപാട് പെയിന്റിങ്ങുകളൊക്കെ ഇവിടെ കണ്ടിരുന്നു. അപൂർവവും മനോഹരവുമായ ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, കൊത്തുപണികൾ, തുണിത്തരങ്ങൾ, കൈയെഴുത്തുപ്രതികൾ, സെറാമിക്സ്, മെറ്റാലിക്സ്, ആർട്ടിഫാക്റ്റുകൾ, പർവ്വതാനികൾ, ഘടികാരങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവയുടെ അത്ഭുതപ്പെടുത്തുന്ന ശേഖരങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യ, ജപ്പാൻ, ചൈന, ബർമ്മ, നേപ്പാൾ, പേർഷ്യ, ഈജിപ്ത്, യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് സലാർജംഗ് മൂന്നാമൻ ഈ വസ്തുക്കൾ ശേഖരിച്ചത്. ഇന്ന് സലാർജംഗ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നുകൂടെയാണ്. പലതരം തുണികളുടെ ഒരു കളക്ഷനാണ് ഈ ഏരിയയിൽ.
പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലവും കൂടെയാണിത്. സ്കൾപ്ചർ ഗാലറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇറ്റാലിയൻ ശില്പി ബെൻസോണിയുടെ വെയിൽഡ് റെബേക്ക, ഡോക്ടർ ഫോസ്റ്റ് നാടകത്തിലെ പ്രസിദ്ധമായ കഥാപാത്രങ്ങൾ തുടങ്ങിയവ കാണാം. ഇത് വാക്കിംഗ് സ്റ്റിക്കുകളുടെ ഒരു ഗാലറിയാണ്. ഇവിടെ ക്രിസ്റ്റലുകൾ, വെള്ളി, സ്വർണം, ഫിഷ് സ്പൈനുകൾ എന്നിവ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള പിടികളുള്ള വാക്കിംഗ് സ്റ്റിക്കുകളാണുള്ളത്. ഇവിടുത്തെ ശേഖരങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ക്ലോക്കുകൾ. നിർമ്മാണത്തിലും രൂപത്തിലും പഴമയിലും വ്യത്യസ്തമായ നൂറുകണക്കിന് ക്ലോക്കുകളാണ് ഇവിടെയുള്ളത്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള മ്യൂസിക് ക്ലോക്കുകൾ, ലൂയി 14-ാമൻ്റെയും 15-ാമൻ്റെയും നെപ്പോളിയൻ്റെയും ഒക്കെ കാലത്തുള്ള ക്ലോക്കുകൾ ഇവിടെ നമുക്ക് കാണാം. പിന്നെ വെസ്റ്റേൺ ബ്ലോക്കിലേക്കൊക്കെ കയറുന്ന സമയത്ത് വെസ്റ്റേൺ ഗ്ലാസുകളുടെയും അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റുകളുടെയൊക്കെ കളക്ഷനുകളാണ് അവിടെയുള്ളത്. ഏത് ഗാലറിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കളക്ഷനുകളും പിന്നെ അതെല്ലാം അതിമനോഹരമായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഈ മ്യൂസിയം മൊത്തമായിട്ടൊന്നും അങ്ങോട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കണ്ട ഭാഗങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. മ്യൂസിയത്തിൻ്റെ ചില കാഴ്ചകളിലേക്ക് കടക്കാം.
അങ്ങനെ ക്യാമറ നിലത്ത് വയ്ക്കാൻ പറ്റാത്ത അത്രയും കാഴ്ചകളാണ് ഞങ്ങൾ ഈ 1 മണിക്കൂർ നേരം കൊണ്ട് കണ്ടു തീർത്തത്. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സലാർജംഗ് മ്യൂസിയം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ചാർമിനാറിലേക്കാണ്, ഹൈദരാബാദിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്പോട്ട്. ഹൈദരാബാദിൻ്റെ ഏറ്റവും തിരക്കുള്ളതും ഷോപ്പിംഗ് ഏരിയകളൊക്കെയാണ് ഈ ചാർമിനാറിൻ്റെ പരിസരത്തുള്ളത്. ഓൾഡ് ഹൈദരാബാദ് ഏരിയകളാണ് ഇതൊക്കെ. ദൂരെയായി ചാർമിനാർ കാണാം. മൂസി നദിയുടെ ഒരു കരയിലായിട്ടാണ് ഈ ഓൾഡ് ഹൈദരാബാദ് ഏരിയ വരുന്നത്. ഈ ചാർമിനാറിന്റെ പരിസരത്തുള്ള സ്റ്റോറുകളിലൊക്കെ ഒരുപാട് വളകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. വളകൾ മാത്രമല്ല, എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഈ പരിസരത്ത് നിന്ന് വാങ്ങാൻ കിട്ടും. ഇവിടെ വന്നപ്പോൾ ബാംഗ്ലൂരുള്ള മാർക്കറ്റ് ഏരിയകളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ ദീപാവലിയുടെ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ പോലീസും അതുപോലെ നല്ല തിരക്കൊക്കെ ആയിരുന്നു അവിടെ. ഇതൊരു സ്മാരകമാണ്. മുഹമ്മദ് ഷാഹി കുത്തബ് ഷായാണ് ഈ സ്മാരകം 1591 നിർമ്മിച്ചത്. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് എന്ന അസുഖം നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായാണ് ചാർമിനാർ നിർമ്മിച്ചത്. ചാർമിനാറിന് തൊട്ടടുത്തായിട്ട് തന്നെ വളരെ പഴക്കമുള്ള ഒരു പള്ളിയുമുണ്ട്. പിന്നെ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ചൗമൊഹല്ല പാലസ് ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇരുട്ടാവും തോറും നല്ല തിരക്കുമായി വരുന്നുണ്ടായിരുന്നു. പിന്നെ മഴ വരാനും സാധ്യതയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെയുള്ള കടകളിലാണ് ഹൈദരാബാദിൻ്റെ ഏറ്റവും രുചികരമായിട്ടുള്ള ബിരിയാണികൾ വിളമ്പുന്ന സ്ഥലം. അങ്ങനെ ഒരു കടയിൽ നിന്ന് തന്നെയാണ് ഞങ്ങളും ബിരിയാണി കഴിച്ചത്. ഇവിടെയുള്ള ഒരു വളക്കടയിൽ നിന്ന് ഞാൻ കുറച്ച് കുപ്പിവളകളും വാങ്ങി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള വളക്കടകൾ ഉണ്ടായിരുന്നത്. ആ കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പുറത്ത് പെട്ടെന്ന് തന്നെ ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ഒരു ഓട്ടോ ചേട്ടൻ്റെ സഹായത്തോടെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു വെളിയിലെത്തി. പോകുന്ന വഴിയിൽ ആ ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ കാഴ്ചകളും കണ്ടു. അങ്ങനെ ആ ചേട്ടൻ ഞങ്ങളെ മഹാത്മാഗാന്ധി ബസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനും ഉള്ളത്. മെട്രോ കയറി നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തി. ഇന്ന് ഒരുപാട് നടന്നുകൊണ്ട് നല്ല ക്ഷീണമായിട്ടുണ്ട്. ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. ഹോട്ടലിൽ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹൈദരാബാദ് യാത്രയുടെ സെക്കൻഡ് ഡേ കാഴ്ചകൾ. ഞങ്ങളോടൊപ്പമുള്ള ഹൈദരാബാദിൻ്റെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ യാത്രയുടെ ഡേ 3 കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.